വക്രദൃഷ്ടി തുടരുന്നു. ആറന്മുളയിൽ വിമാനത്താവളത്തിനു വേണ്ടി ഏറ്റെടുത്ത ഭൂമിയിൽ കൃഷി ഇറക്കിയ പാടത്ത് കൊയ്ത്തിന് കൃഷിമന്ത്രിയോടൊപ്പം മന്ത്രി ജി സുധാകരനും കൂടി. പണ്ട് BJP നേതാവ് കുമ്മനത്തിൻ്റെ കയ്യും പിടിച്ച് വിമാനത്താവളത്തിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത സമരകാലമോർത്ത് മന്ത്രി പുളകിതനാകുന്നു. ലോ അക്കാദമി സമരത്തിൽ BJPയോടൊപ്പം CPI കൂടിയപ്പോൾ എന്ത് പുകിലായിരുന്നു. മന്ത്രി ജി സുധാകരൻ നയം വ്യക്തമാക്കുന്നു. പൊതുപ്രശ്നത്തിനു വേണ്ടി ആരോടും ഒപ്പം സമരം ചെയ്യാം. രാഷ്ട്രീയം വേറെ, സമരം വേറെ. ഒരിക്കലൊരു എന്താ പറയുക, ഒരു മനുഷ്യചങ്ങല സമരം ഉദ്ഘാടനം ചെയ്യാൻ ഞാനും MLA കഴിഞ്ഞ തവണ MLA ആയപ്പോൾ ഞാനിവിടെ വന്നിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. BJP ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഉമ്മൻ രാജശേഖരനൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് കുമ്മനം രാജശേഖരൻ അങ്ങനെ ഒരു ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ അനന്തഗോപൻ, അന്ന് അദ്ദേഹം സെക്രട്ടറി, ഉദയഭാനു ഇപ്പോൾ സെക്രട്ടറി, അതെന്തോ ഫേസ്ബുക്കിൽ BJPയുമായി കൂട്ടുകൂടി സമരം ചെയ്യുന്നു ഈ അടുത്ത കാലത്ത്. എന്താ BJPയായിട്ട് കൂട്ടുകൂടുന്നതിന് കൂട്ടുകൂടാൻ എന്താ തെറ്റ്? സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലും ശരി, ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? ഇതിനൊക്കെ നമുക്ക് കൂട്ടുകൂടാം. ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. എല്ലാത്തിനും ഒന്നും കൂട്ടുകൂടാൻ എല്ലാ പാർട്ടിക്കും ആവില്ലല്ലോ. അതിനൊക്കെ നയങ്ങളുണ്ട്. അതിനൊക്കെ കിടക്കാനല്ല. അപ്പം ഇങ്ങനെയൊക്കെ ആളുകൾ തെറ്റായിട്ട് ഇതൊക്കെ വ്യാഖ്യാനിക്കുന്ന രീതി, ഇതെല്ലാം ഐക്യത്തിൻ്റെ പ്രശ്നമാണ്. CPIയുടെ മന്ത്രിമാരെക്കുറിച്ച് CPM മന്ത്രിമാർക്ക് അത്ര മതിപ്പ് പോരാ എന്ന് ആര് പറഞ്ഞു? CPIയുടെ കൃഷിമന്ത്രിയെക്കുറിച്ച് ആറന്മുളയിൽ ജി സുധാകരൻ പറയുന്നത് കേൾക്കുക. അപ്പോൾ സുനിൽകുമാറിൻ്റെ നിയമസഭയിലെ പ്രകടനം അത് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടതും അംഗീകരിച്ചത് ഉമ്മൻചാണ്ടി തന്നെ. സുനിൽകുമാർ എഴുന്നേറ്റാൽ ഉമ്മൻചാണ്ടി ഇരിക്കും. മറ്റധികം പേരൊന്നും എഴുന്നേറ്റാൽ ഇരിക്കാറില്ല. അദ്ദേഹം പറയുന്നതിനൊക്കെ മറുപടി പറയും. അതുപോലെ പഠിച്ചാണ് പറയുന്നത്. അതിപ്രഗത്ഭനായിട്ടുള്ള നിയമസഭാ സാമാജികനായിരുന്നു. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെ ഓരോ പ്രശ്നങ്ങളും എടുത്ത് അവിടെ പോരാടിക്കൊണ്ടിരുന്നു. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. വളരെ മികച്ച തരത്തിൽ അദ്ദേഹം MLA ആയി പ്രവർത്തിച്ചു. ആ പ്രവർത്തനം അദ്ദേഹത്തിന് ഈ രംഗത്ത് മികവുണ്ടായി കൊടുത്തിട്ടുണ്ട്. LDF സർക്കാരിന് വേഗം പോരാ എന്ന വിമർശനത്തിന് മന്ത്രിയുടെ മറുപടി. അപ്പോൾ ഇവിടെ നെല്ല് ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ്. ഇത്രയും വേഗതയിൽ ഏത് ഗവൺമെൻറ് കാലത്താണ് ഇവിടെ ഉണ്ടായത്? ഞാൻ സമയം കളയുന്ന എത്രയോ കാര്യങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും അവരുടെ കുറ്റം കൊണ്ടല്ല, അവർ കണ്ടു ശീലിച്ച ഭരണമല്ലിത്. അത് അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതുവരെ മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര മുമ്പുണ്ടായിരുന്ന ഒരു ഭരണം പോലെയല്ല. ജനങ്ങൾ ദീർഘകാലമായി ആഗ്രഹിച്ചതും നടപ്പിലാക്കാത്തതുമായ കാര്യങ്ങൾ അത് നടപ്പിലാക്കുന്നതിനാണ് പ്രാധാന്യം. സർക്കാർ പൂർത്തിയാക്കിയ കാര്യം വിളിച്ചു പറയാൻ പറ്റാത്തത് വിഷയം ശൗചാലയത്തിൻ്റേത് ആയതുകൊണ്ടാണ്. 2.5 ലക്ഷം കുടുംബങ്ങൾക്ക് ഞങ്ങൾ സൗജന്യമായി ശൗചാലയം ഉണ്ടാക്കി കൊടുത്തു. പതിക്കാൻ കയറി 5ാമത്തെ മാസം. ആരെങ്കിലും അറിഞ്ഞോ? കക്കൂസ് കിട്ടിയവർക്ക് മാത്രം അറിയാം, അല്ലാത്തവർക്ക് അത് അറിയാൻ പറ്റില്ല. കാരണം കക്കൂസിലിരുന്ന ഉദ്ഘാടനത്തിൽ ഞങ്ങളാരും പോയില്ല. അത് കാരണം പത്രത്തിലൊന്നും പറ്റില്ല. മുഖ്യമന്ത്രി അടക്കം 20 പേരോടെ കക്കൂസ് ഇരിക്കുക, ഉദ്ഘാടനം ചെയ്യുക, വെടിപൊട്ടിക്കുക. മുഴുവൻ പൈസയും ഗവൺമെൻറ്റാണ് ചെലവഴിച്ചത്. ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തോ ഇത്രയും കാലത്തിനുള്ളിൽ? ചെയ്യണമെന്ന് തോന്നിയോ? പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ല എന്റെ ജോലി. ഇല്ല. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കക്കൂസ് കിടപ്പ് മുറി പോലെ, ഭക്ഷണ മുറി പോലെ വൃത്തിയാണ്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കുഴപ്പമില്ല. അത്ര വൃത്തിയുള്ളതായിരിക്കും. സാധാരണ ആരും അത് ശ്രദ്ധിക്കാറില്ല. അതൊരു വല്ലാത്ത സ്ഥലമായിട്ടൊക്കെ മാറ്റുകയാണ് പലരും. ജലവൈദ്യുതി പദ്ധതികളുടെ നാടായ ഇടുക്കിയുടെ പുത്രനായ മണി ആശാനെ മന്ത്രിയാക്കിയത് തന്നെ സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന ലക്ഷ്യം പൂർത്തിയാക്കാനാണ്. 2 ലക്ഷം വീട്ടിലെ ഇരുട്ട് മാറട്ടെ, വെളിച്ചം വരട്ടെ എന്ന് പിണറായി വിജയൻ പറഞ്ഞു. മന്ത്രിസഭ അംഗീകരിച്ചു. വെളിച്ചം വന്നുകൊണ്ടേയിരിക്കുകയാണ്. സർ, CPIയുടെ ഏകാധിപത്യം എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്കുക, അതാ നല്ലതെന്ന് തോന്നാ. വെറും 8 മാസമാകുന്നുള്ളൂ. ഇത് സ്പീഡല്ലേ? വെളിച്ചമില്ലാത്തവർക്ക് എൻ്റെ വിഷമം അറിയാവൂ. കണ്ണുള്ളപ്പോൾ എൻ്റെ കണ്ണില്ലാത്തപ്പോഴല്ലേ എൻ്റെ വിഷമം അറിയത്തുള്ളൂ. കണ്ണുള്ളവർക്ക് അറിയില്ലല്ലോ. ഏതായാലും അത് എന്തോന്നടേ ഇത്? മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? ഇതാണടാ സദാചാര പോലീസ്. ഇടവേളയ്ക്ക് ശേഷം. തോളി കൂടെ കൈയിട്ടോണ്ടിരിക്കണ കെട്ടിപ്പിടുത്തമാണോ? അപ്പൊ ഈ നേരിട്ടിരുന്ന് കെട്ടിപ്പിടിച്ചു ഞങ്ങൾ എന്തിരിക്കും? നേരിട്ടിരുന്ന് കെട്ടിപ്പിടിച്ചാൽ നിങ്ങൾ കടക്കാണെന്ന് പറയൂ?
അങ്ങനെ ഇവിടെ നിയമമൊന്നും ഇല്ലല്ലോ, മീശത്ത് അങ്ങനെ ഇരിക്കാൻ പാടില്ല.